ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളുടെ ഇൻട്രോ പറയാൻ എൻ്റെ മോളും കൂടി വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാളും കൂടി വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എന്ന് വെച്ചാല് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് അടിക്കാൻ പോവായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇവളുടെ മെഷർമെന്റ്സ് എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയം ഉണ്ടാവും കുട്ടികളുടെ ബോഡിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ്സ് എടുക്കുക എന്നുള്ളത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എക്സ്പേർട്സിനൊന്നും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നേ വരില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് എങ്ങനെയൊക്കെയാണോ അളവെടുത്തത് അതുപോലെയാണ് ഇപ്പൊ ഞാൻ അളവെടുത്ത് കാണിക്കുന്നത്. അതിനായിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് മെഷർമെന്റ്സ് എടുത്തു തുടങ്ങാം. അപ്പൊ ഏത് അളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നതാണ് നമ്മുടെ മെഷറിംഗ് ടാപ്പ്. മെഷറിംഗ് ടാപ്പ് ഇതാണ്. അറിയായിരിക്കും, ഞാൻ എന്നാലും ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിട്ട് പറഞ്ഞുതരാം. ഇതിന് രണ്ട് വശങ്ങളാണ് ഉണ്ടാവുക. ഇതിപ്പോ 1/2 ഇഞ്ചിന്റെ ടാപ്പാണ്, വീതി കുറഞ്ഞ ടൈപ്പാണ്. ഇതിന്റെ ഒരു ഭാഗത്ത് ഇഞ്ച്, ഈ വലിയ അളവ് കാണുന്നതാണ് ഇഞ്ച്. പിന്നെ ഇതിന്റെ ബാക്കിൽ ഈ ചെറുതായിട്ട് കാണുന്ന ഈ അളവുകളാണ് സെന്റിമീറ്റർ. 1 ഇഞ്ച് വിത്തിലുള്ള ടാപ്പ് ഉണ്ട്. ആ ടാപ്പിൽ ഒരു സൈഡ് ഫുള്ള് ഇഞ്ചായിരിക്കും, മറ്റേ സൈഡിൽ ഇഞ്ചും ഉണ്ടാവും സെന്റിമീറ്ററും ഉണ്ടാവും. അപ്പം ഒരു ടാപ്പ് എന്ന് വെച്ചാൽ ടോട്ടല് 60 ഇഞ്ചാണ് വരിക. 60 ഇഞ്ച്, അതായത് 1.5 മീറ്റർ. നമ്മൾ അളവ് എടുക്കുമ്പോൾ എന്ന് വെച്ചാല് ഇഞ്ചിലായാലും സെന്റിമീറ്ററിലായാലും എടുക്കാം. പക്ഷെ എടുക്കുന്ന അളവുകളെല്ലാം ഇപ്പൊ ഇഞ്ചിലാണെങ്കിൽ ഫുൾ ഇഞ്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ല സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ തന്നെ എടുക്കാൻ നോക്കണം. നമ്മളിപ്പം നോർമലി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള അളവുകൾ ഇഞ്ചിലാണ് എടുക്കുന്നത്. ഞാൻ ബാഗും പൗച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് സെന്റിമീറ്ററിൽ എടുക്കുന്നത് കേട്ടോ. നമുക്ക് അളവെടുക്കാൻ തുടങ്ങാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഏതൊരു ഡ്രസ്സായാലും നമുക്ക് അതിന്റെ ആദ്യം വേണ്ടുന്നത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് നമുക്ക് എടുക്കാം. നമ്മളിപ്പം ഏത് ഡ്രസ്സാണ് ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഡ്രസ്സ് ഇപ്പം ഫ്രോക്ക് ആണെങ്കിൽ നമ്മുടെ മുട്ടിന്റെ താഴത്തേക്കാണ്, ഒരു മുട്ടിന് 1-2 ഇഞ്ച് താഴത്തേക്കാണ് ഞാനൊക്കെ ഫ്രോക്കിന് ലെങ്ത് എടുക്കാറ്. ഗൗൺ ആണെങ്കിൽ നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടി വരും. ഏത് ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിലും ആ ഡ്രസ്സിന് ആവശ്യമായ ലെങ്ത് ആണ് നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഷോൾഡർ തൊട്ടിട്ടാണ് എടുക്കേണ്ടത്. നമ്മുടെ ഇഞ്ച് വരുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ വെക്കാം. ഇപ്പൊ നമ്മൾ വളഞ്ഞിട്ട് ഒടിഞ്ഞിട്ടൊന്നും നിൽക്കാൻ പാടില്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിർത്തിക്കുക. എന്നതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കാനും പാടില്ല, ഇവിടെയും വെക്കാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ഇതായി ഈ ഒരു സ്ഥലത്ത് ടേപ്പ് വെക്കുക. ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം. ഇങ്ങനെ പിടിക്കാനോ ഇങ്ങോട്ട് സൈഡിലേക്ക് പോകാനോ ഒന്നും പാടില്ല. കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് എത്ര ലെങ്താ വേണ്ടുന്നേ നോക്കാം. ഞാനിപ്പോ ഒരു എലൈൻ ഫ്രോക്കാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് എനിക്ക് ഈ മുട്ടിന് കുറച്ച് താഴേക്കാണ് ലെങ്ത് വേണ്ടുന്നത്. ഒരു 30 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. മുട്ടിന് താഴത്തേക്ക് ഞാൻ നെറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു അളവ് 2 ലെയറായിട്ട് 2 കട്ട് ആയിട്ട് വരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് എത്ര വരെയാണോ കട്ട് വരേണ്ടത് ആ അളവും കൂടി നമുക്ക് എടുക്കാം. അപ്പൊ 24 മുട്ട് വരിയിലെ നീളം. അത് കഴിഞ്ഞിട്ട് ബാക്കി 30 ഇഞ്ച്, 6 ഇഞ്ച് ഞാൻ നെറ്റ് ഫ്രിൽസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഫുൾ ലെങ്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് ചെസ്റ്റ് റൗണ്ട് ആണ്. നമ്മൾ അളവെടുക്കും, ബോഡിയിൽ നിന്ന് അളവെടുക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരുപാട് ലൂസുള്ള ഡ്രസ്സോ അല്ല ഒരുപാട് ടൈറ്റുള്ള ഡ്രസ്സോ ഇടാൻ പാടില്ല. നോർമലായിട്ട് നമുക്ക് ഫിറ്റ് വരുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസില്ല ഡ്രസ്സൊക്കെ ഇട്ട് അളവെടുക്കുന്നതാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടില്ല, കറക്റ്റ് ഫിറ്റ് ആയിട്ടും കിട്ടില്ല. ചെസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാല് ഈ ഒരു ആം ഹോളിന് ചുറ്റിയിട്ടുള്ള റൗണ്ടാണ് ചെസ്റ്റ് റൗണ്ട്. അത് നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ടേപ്പ് ഇതുപോലെ പിടിച്ചിട്ട് കൈ താത്തിക്കോ. കൈ ഒരിക്കലും വിടർത്തി വെച്ചിട്ട് എടുക്കാൻ പാടില്ല. നോർമലായിട്ട് നിന്നോ മോള്, ശ്വാസം വിട്. സാധാരണ പോലെ നിന്നോ, കൂളായിട്ടൊക്കെ. ഇതുപോലെ ചെസ്റ്റിന് ഈ ആം ഹോളിന്റെ ഇടയ്ക്കേ കൂടെ
ടാപ്പ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു വിരല് ടാപ്പിന്റെ ഉള്ളിലുണ്ടാവണം. എന്നിട്ട് ഇതുപോലെ ഒരുപാട് വലിച്ചിട്ടും പിടിക്കണ്ട, ടൈറ്റ് ആക്കിയിട്ടും പിടിക്കണ്ട, ഒരുപാട് അങ്ങ് ലൂസാക്കിയിട്ടും പിടിക്കണ്ട. ഒരു വിരല് ഈ ടാപ്പിന്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. നമ്മൾ ഈ പിടിക്കുമ്പോൾ ടാപ്പ് ഇതാ ഇതുപോലെ തന്നെ വരണം. ഇത് താന്നു പോവാനോ ഒരുപാട് അങ്ങ് കയറി പോകാനോ പാടില്ല. ഈ ഒരു ആം ഹോളിന്റെ ലെവലിൽ തന്നെ ഇതുപോലെ തന്നെ ഒരേ ലെവലിൽ നമുക്ക് ടാപ്പ് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് നോട്ടിട്ട് ഈ പൊക്കിളിന്റെ പോയിന്റ് വരെയാണ് നമ്മൾ വേസ്റ്റ് ലൈൻ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ വേസ്റ്റ് ലെങ്ത് നമ്മൾ നോക്കുക. എന്നതിന് ശേഷം നമ്മൾ ആ വേസ്റ്റ് ലെങ്ത് എടുത്ത് അവിടെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെസ്റ്റ് റൗണ്ടിന് പിടിച്ചതുപോലെ ഒരു വിരല് നമ്മൾ ടാപ്പിന്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് അളക്കുക, വേസ്റ്റ് റൗണ്ട് അളക്കുക. ഇതുപോലെ ഇതുപോലെ നേരെ തന്നെ ടാപ്പ് വരണം. അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് അളക്കാം. കുട്ടികളാകുമ്പം ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും മാത്രമേ എടുക്കുന്നുള്ളൂ. വലിയവർക്കാണെങ്കിൽ നമുക്ക് ചിലപ്പം ബെസ്റ്റ് അളവും കൂടി അളക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഷോൾഡർ അളന്നു നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡർ ടു ഈ ഒരു ഷോൾഡർ വരെയിലെ ഇതാണ് വേണ്ടുന്നത്. നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട്, അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ജോയിന്റ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ജോയിന്റ് തൊട്ട് ഈ ഒരു ജോയിന്റ് വരെയുള്ള അളവാണ് ഷോൾഡർ, ഫുൾ ഷോൾഡർ. അപ്പൊ നമുക്കിതാ ഇങ്ങനെ ടാപ്പ് വെച്ച് ഇങ്ങനെ അളന്നെടുക്കാം ഫുൾ ഷോൾഡർ. അല്ല നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതുപോലുള്ള കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിന്റെ തന്നെ ഷോൾഡർ നമുക്ക് അളന്നെടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് വിട്ടാണ് വേണ്ടുന്നത്. ഈ ഇട്ട ഡ്രസ്സിന്റെ നെക്ക് വിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തൊട്ട് ഈ നെക്ക് വരെ അളന്നു നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ജോയിന്റ് വരുന്നുണ്ട്. ഈ ഒരു ജോയിന്റ് കറക്റ്റ് ടാപ്പ് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് അളന്നു നോക്കാം എത്രയാ വേണ്ടെന്ന് വെച്ചാൽ. അങ്ങനെയാണ് നമ്മൾ നെക്ക് വിട്ടെടുക്കുക. നമ്മളിപ്പം കോളർ ഫ്രോക്ക് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കഴുത്തിന്റെ കറക്റ്റ് അളവ് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്ക് ലെങ്ത് ആണ് വേണ്ടുന്നത്. നെക്ക് ലെങ്ത് ഇതാ ഇവിടെ കറക്റ്റ് ഷോൾഡറിൽ വെക്കുക. ഈ ഒരു അളവ് തന്നെയാണെങ്കിൽ ഇങ്ങനെ ചെരിച്ചിട്ട് എടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ഇതാ ഇങ്ങനെ നമ്മൾ എത്ര അളവാണോ, ഇപ്പം 3 ഇഞ്ചാണെങ്കിൽ ആ 3 ഇഞ്ചിന്റെ അവിടുന്ന് ഈ ടാപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടാണ് നമ്മൾ നെക്ക് ലെങ്ത് അളക്കുന്നത്. ഇതുപോലെ അല്ല ഇത്രയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നെക്ക് ലെങ്ത് അളക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ആയാലും നമ്മളിതാ ഇതുപോലെയാണ് അളക്കുന്നത്. ഞാൻ ഇതുപോലെയാണ് ടാപ്പ് പിടിച്ചിട്ട് നെക്ക് ലെങ്ത് അളക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളാണ് വേണ്ടുന്നത്. ആം ഹോളിന്റെ അളവ് ടാപ്പ് ഇതുപോലെ പിടിച്ചിട്ട് കൈ താഴ്ത്തി വെക്കണം. കറക്റ്റ് ആം ഹോളിന്റെ റൗണ്ട് ഇതുപോലെ ടാപ്പ് പിടിച്ച് എടുക്കാം. എന്നിട്ട് ഇതിന്റെ ഹാഫാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് എടുത്തു, വേസ്റ്റ് റൗണ്ട് എടുത്തു, ഷോൾഡർ എടുത്തു, നെക്ക് വിഡ്ത്ത് എടുത്തു, നെക്ക് ലെങ്ത് എടുത്തു, ആം ഹോൾ എടുത്തു. ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ത് നോക്കാം. നമ്മൾ ഷോൾഡർ എടുത്തില്ലേ, അവിടുന്ന് തൊട്ടിട്ട് നമുക്ക് എത്രയാണോ സ്ലീവ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര പോലും എടുക്കുക. ഞാനിപ്പം ചേച്ചി മുകളിലേക്ക് വരുന്ന രീതിക്കുള്ള പഫ് വെച്ചിട്ടുള്ള ഒരു സ്ലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് അളന്നു. അല്ല നിങ്ങൾക്ക് ഫുൾ സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ് എടുക്കാം, എൽബോ സ്ലീവ് ആണെങ്കിൽ അങ്ങനെ, 3/4 സ്ലീവ് ആണെങ്കിൽ അങ്ങനെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് നമ്മൾ എത്രയാണോ ലെങ്ത് അളന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം. അപ്പൊ സ്ലീവ് റൗണ്ട് നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്തും നമ്മുടെ ഒരു ഫിംഗർ ടാപ്പിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം മെഷർമെന്റ് എടുക്കാൻ. ഇതുപോലെ നമ്മളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ഒക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിന്റെ ലെങ്ത് വേണമല്ലോ. അപ്പൊ ടോപ്പിന്റെ ലെങ്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എത്ര ലെങ്ത് ആ വേണ്ടെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഇപ്പം അധികം ക്രോപ്പ് ടോപ്പ് ഒക്കെയല്ലേ അടിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആണെന്നില്ലേ അത്ര തന്നെ മതിയാവും ക്രോപ്പ് ടോപ്പിനൊക്കെ. ഇപ്പൊ സ്കേർട്ട് ആണെങ്കിലോ പാന്റ് ആണെങ്കിലോ നമ്മുടെ എവിടെയാണ് പാന്റും
പാൻ്റ് ആയാലും സ്കേർട്ട് ആയാലും എവിടെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നോട്ടിട്ട്. ഇപ്പം നോർമലായിട്ട് എല്ലാവരും ഇവിടെ ആയിരിക്കും ഇടുക. എൻ്റെ മോള് പക്ഷേ ഇത് ഇവിടെ താഴ്ന്ന ഇടുക. അവൾ എത്ര പറഞ്ഞാലും കയറ്റി ഇടൂല. അപ്പൊ നമ്മള് എവിടെയാണോ ഇത് പാൻ്റ് ആയാലോ സ്കേർട്ട് ആയാലോ ഇടുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ പിന്നെ വണ്ണം അളക്കുക. ഇടുകയെന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് ആക്കി വെച്ചിട്ട് പിന്നെ കൂളായിട്ട് വെക്കണേ. നോർമലായിട്ട് നിന്നതിന് ശേഷം നമ്മുടെ കറക്റ്റ് അളവ് എടുക്കുക. അതിന് ശേഷം വണ്ണം അളന്ന സ്ഥലത്ത് ടാപ്പ് വെച്ചിട്ട് നമ്മൾ ലെങ്ത് നോക്കുക. കറക്റ്റ് ആയിട്ട് ഫുൾ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര അളന്നെടുക്കുക. പാൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ടുവരെയുള്ള ലെങ്ത്തും അതേപോലെ തന്നെ ഈ തൈസിന്റെ വിട്ടും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്തത് വേണ്ടുന്നതാണ് ഹിപ്പ് റൗണ്ട്. ഹിപ്പ് റൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയാണ് ഹിപ്പ് റൗണ്ട് എടുക്കേണ്ടത്. അത് ഒരുപാട് ടൈറ്റ് ആക്കി പിടിക്കണ്ട. നോർമലായിട്ട് എത്രയാന്ന് വെച്ചാൽ പാൻ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഹിപ്പ് റൗണ്ട് വേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ എ ലൈൻ ഫ്രോക്കൊക്കെ അടിക്കുമ്പോഴാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മുടെ വേസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഏരിയന്റെ വിട്ടും കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ കോളറൊക്കെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഇഞ്ച് ലൂസിൽ നമ്മൾ കോളറിന്റെ ഈ കഴുത്തിന്റെ വണ്ണം അളക്കണം. 1 ഇഞ്ച് ലൂസ് വെക്കണം കേട്ടോ. ഇങ്ങനെ പിടിക്കണം, മര്യാദക്കുന്നത്. അപ്പൊ നമ്മൾ 1 ഇഞ്ച് ലൂസ് വെച്ചിട്ട് കോളറിന്റെ വണ്ണം അളക്കണം. അതേപോലെ തന്നെ നമുക്ക് തലയുടെ വണ്ണും ഒരു വിരല് ഇങ്ങനെ കടത്തി വെച്ചിട്ട് ഇതുപോലെ തലേന്റെ വണ്ണം കൂടി എടുക്കണം. കാരണം നമുക്ക് കോളറൊക്കെ ആകുമ്പോൾ ഒരുപാട് വിട്ട് വരില്ല. അപ്പൊ നമ്മുടെ തല ഇറങ്ങി വരാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തലയുടെ വണ്ണം കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് മെഷർമെന്റ്സും കാര്യങ്ങളൊന്നും കുട്ടികളുടെ ഇതിൽ വരുന്നില്ല. വലിയവരുടേതാവുമ്പോൾ നമുക്ക് ബെസ്റ്റ് അളവ് വരും. നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് അളക്കണം. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് വേസ്റ്റ് അളവ് എടുക്കണം. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. കുട്ടികളതെന്ന് വെച്ചാൽ ഇത്ര പോരെ മെഷർമെന്റ്സ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണമെന്നാലും പിന്നെ നമ്മൾ ഓരോരോ മോഡൽ ഇടുന്നതിന്റെ കണക്കായിട്ടാണ് നമുക്ക് എവിടെയൊക്കെ കട്ട് വരുന്നുണ്ട്, എവിടെയൊക്കെയാണ് നമുക്ക് അളവ് വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കേണ്ടത്. ഇതിപ്പോ നോർമലായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു മെഷർമെന്റ്സ് ആണ്. നമ്മൾ അല്ലാണ്ട് തന്നെ കുട്ടികൾക്ക് ഏജ് വെച്ചിട്ട് ഇത്ര മെഷർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കലുണ്ട്. അത് പക്ഷെ എല്ലാ കുട്ടികൾക്കും സെയിം ആവണമെന്നൊന്നുമില്ല. പരമാവധി നമ്മൾ ബോഡിയിൽ നിന്ന് തന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ആയിരിക്കും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും ഒരിക്കലും മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഇനി ഞാൻ പുതിയ വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ആയിട്ട് പറയാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.